അതിലൂടെ നമുക്ക് ഇറങ്ങി ഈ നദിയുടെ തീരത്തൂടെ നടക്കാം. ഈ നദിയിലൂടെ ഉല്ലാസ ബോട്ടുകൾ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഈ നദിയിലൂടെ ഒരു ടൂർ നടത്തുമ്പോൾ തന്നെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ നദിയുടെ തീരത്താണ് പ്രമുഖമായ കാഴ്ചകളെല്ലാം. നോർത്തർഡാം കത്തീഡ്രൽ അതെ, ഈഫൽ ടവർ അതെ, ഇങ്ങനെ എല്ലാം ഈ നദിയിലൂടെ ഒഴുകുന്ന ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ ഇരുന്നുകൊണ്ട് ഈ ഗൈഡുകൾ അകത്തിരുന്ന് അനൗൺസ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ഗംഭീര അനുഭവമാണ്. നമ്മുടെ എത്രയോ നദികളുണ്ട് കേരളത്തിൽ, 44 നദികളുണ്ട്. അത് എത്രയെത്ര സാംസ്കാരിക കേന്ദ്രങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. നമുക്കതിനെയൊന്നും ഉപയോഗിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെയുള്ള പദ്ധതികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. അപ്പോൾ ഈ നദികളെ ആദരവോടെ സംരക്ഷിക്കേണ്ടത് എങ്ങനെ ഒരു നഗരത്തിലൂടെ ഒഴുകുമ്പോൾ അത് നമ്മൾ കാണിച്ചു തരാണ് ഈ നദികളൊക്കെ. മറ്റൊരു പ്രധാന പ്രത്യേകത ഞാൻ കാണുന്നത്, ഈ പാരീസിലൂടെ ആണെങ്കിലും ലണ്ടനിലൂടെ ആണെങ്കിലും നദി ഒഴുകുമ്പോൾ ഒരു കെട്ടിടത്തിൻ്റെയും പിൻഭാഗത്തുകൂടെയല്ല ഇത് ഒഴുകുന്നത്. നഗരം ഈ നദിയിലേക്ക് അഭിമുഖമായിട്ടാണ് പണിതിരിക്കുന്നത്. അതായത് കെട്ടിടങ്ങളെല്ലാം ഈ നദിക്ക് അഭിമുഖമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആരും കൊണ്ടൊന്ന് വേസ്റ്റ് വലിച്ചെറിയല. ഈ നദി